ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചീരയുടെ കൂടെ പരിപ്പ് ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ തോരനാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഈ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നവരുണ്ടാകാം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിലേക്കായിട്ട് ഞാൻ ഇത്രയും ചീര കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം വാർന്നു കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അരക്കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകിയെടുത്തതിലേക്ക് 5 ചുവന്ന ഉള്ളി, ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീളത്തിൽ അരിഞ്ഞതും 1 കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാനായി വയ്ക്കാം. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. ഇടയ്ക്കൊന്ന് വേകാനായി വച്ചേക്കുന്ന പരിപ്പ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി മിക്സർ ജാറിലേക്ക് 2 പിടി തേങ്ങയും 1/4 ടേബിൾ സ്പൂൺ ജീരകവും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3-4 വെളുത്തുള്ളി അല്ലിയും ഇട്ടുകൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകാതെ ഇതുപോലെ വേണം എടുക്കാൻ. ഇനി അരിഞ്ഞു വച്ചേക്കുന്ന ചീരയിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി വേവിച്ചതിന് ശേഷമാണ് തേങ്ങ ഒതുക്കി ചേർക്കാറല്ലേ? പക്ഷേ ഇതുപോലുള്ള ചീര, മുരിങ്ങയില എന്നീ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ കട്ട പിടിച്ച് പോകാറില്ലേ? അതുപോലെ തന്നെ തേങ്ങാക്കൂട്ടൊന്നും എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്ത് കിട്ടാറുമില്ല. ഇതുപോലെ ആദ്യമേ തന്നെ മിക്സ് ചെയ്ത ശേഷം ഉണ്ടാക്കിയാൽ കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനും പറ്റും, നല്ല സ്വാദുമായിരിക്കും. ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ടാകും. അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അല്പം പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് 1-2 തവണ ഇളക്കി കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. കണ്ടോ, ഒട്ടും തന്നെ കട്ട പിടിക്കാതെ സൂപ്പർ ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായ ശേഷം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഇതുപോലെ എടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീരയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി തോരൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.